ഹായ്, ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്കകത്ത് ഞാനൊരു റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ളവർക്ക് ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് രേഷ്മ കാണിക്കുന്നതിന് അഗൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ടുഗദർ ആയിട്ട് ഒരു പരാതി കൊടുക്കാമെന്ന് പറഞ്ഞാൽ കുറേ പേര് ഇനിഷ്യേറ്റീവ് എടുത്ത് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേരുടെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇവരുടെ അസുഖം സത്യമാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അവിടെ തന്നെ പോകുന്ന മറ്റൊരു പേഷ്യൻറ്റ്, അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്ന മറ്റൊരു പേഷ്യൻറ്റ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവരുടെ പേര് വെളിപ്പെടുത്തരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വോയിസ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ വോയിസ് ഇവിടെ പ്ലേ ചെയ്യുന്നു എന്നതിനപ്പുറം ഇത് പ്രത്യേകിച്ച് ഒരു അവയർനെസ് വീഡിയോ മാത്രമാണ്. നമുക്ക് വോയിസിലേക്ക് പോകാം. ഷെഫീന, ഇവളെ ട്രീറ്റ് ചെയ്യുന്ന അതേ ഡോക്ടർ തന്നെ എന്നെയും ട്രീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാം ഒരു ഓങ്കോളജിസ്റ്റേ ഉള്ളൂ. ഒരു ഓങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സീനിയർ മുരളി സാറിന്റെ കീഴിലാണ് പിന്നെ ഉള്ള ഓരോരുത്തരും ഉള്ളത്. അതായത് റേഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ കീമോ തെറാപ്പിസ്റ്റ്, ഇങ്ങനെ കുറേ ഓരോരോ ഡോക്ടർമാരുള്ളത്. അതങ്ങനെ ഡീവിയേഷൻ ചെയ്ത് കൊടുത്തിരിക്കുക. അപ്പൊ എല്ലാം, പക്ഷെ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അത് മുരളി സാറാ. ഇത് സാറ്റർഡേസിൽ ഇവർക്കൊരു മീറ്റിംഗ് ഉണ്ടാകും. എല്ലാ പേഷ്യന്റിന്റെ കാര്യങ്ങളും ഇവർ ചർച്ച ചെയ്ത് അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾക്കും തീരുമാനം ഉണ്ടാക്കുന്നത്. ഇവൾക്ക് മാത്രം എന്താ പ്രത്യേകത? ഇവൾക്ക് എന്താ ഇവിടെ മെഡിക്കൽ കോളേജിൽ ഇത്രമാത്രം ട്രീറ്റ്മെന്റിന് ചെലവെന്തുവാ? PMന്റെ വഴി 2 ലക്ഷം രൂപ കീമോയ്ക്കും റേഡിയേഷനും നമ്മൾക്കുണ്ട്. മെഡിസിനും എല്ലാം കിട്ടും അവിടുന്ന്. പിന്നെ നമ്മൾക്ക് അവിടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതായത് ബയോപ്സി, ബ്ലഡ് ടെസ്റ്റ്, പിന്നെ ECG, അതൊക്കെ ചെറിയ ഇതാ. പിന്നെ MRI, പിന്നെ CT സ്കാന്. അത് പുറത്തെ ചാർജിന്റെ പകുതി ചാർജേ ഉള്ളൂ ഇവിടെ അകത്ത്. ഇവള് എന്തിലാണ് ഈ തുണി അഴിച്ചിട്ട് ഇവൾക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാന്ന് പറയുന്ന ലോകം ഒട്ടൊക്കെയുള്ള ആൾക്കാരെ ഇളക്കി മറിച്ച് ഇവൾ എന്ത് കാര്യത്തിനാണ്? കാരുണ്യയുടെ പൈസ ഉണ്ട്. ഇവൾ എന്ത് കാര്യത്തിനാണ് ഈ പൈസ മുഴുവൻ നാട്ടുകാരോട് ചോദിക്കുന്നത്? എന്റെ ചോദ്യം അതേ ഉള്ളൂ. കാരണം ഞാനിപ്പോ 5ാമത്തെ കീമോ കഴിഞ്ഞിട്ടിരിക്കുന്ന ആളാ. ഇവൾ 1ാമത്തെ കീമോ വേണ്ട കഴിഞ്ഞത്. ഞാൻ 5ാമത്തെ കീമോ എടുത്തിരിക്കുന്ന ആളാ. എനിക്കറിയാം ഇതെന്തുമാത്രം കഠിനമായ പ്രോസസ്സാന്നുള്ളത്. 1ാമത്തെ കീമോയിലൊന്നും വലിയ പ്രശ്നമില്ല, 2ലും വലിയ പ്രശ്നമില്ല. 3ാമത്തതിൽ തൊട്ടാണ് നമ്മുടെ ശരീരം ഇതിനെ പ്രതികരിച്ചു തുടങ്ങുന്നത്. ഇവള് വീഴും. ഇവള് ഇപ്പൊ ഈ കാണിക്കുന്നതല്ല, ഇവള് വീഴും. അവൾക്ക് 35 കിലോയേ ഉള്ളൂ. 78 കിലോ ഉള്ള ഇത് മിനിമം 50 കിലോ 60 കിലോ എങ്കിലും വേണം ഒരു കീമോ എടുക്കാനായിട്ട്. ഞാൻ 78 കിലോ ഉള്ള ഞാനാണ് ഈ കീമോ എടുത്തിട്ട് തകർന്നു പോയത്. ഈ കഴിഞ്ഞ കീമോയ്ക്ക് ഞാൻ 3-4 ദിവസം ഞാൻ എഴുന്നേറ്റിട്ടില്ല. ഇവള് ഇപ്പൊ ഞാൻ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഞാൻ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് മനുഷ്യന്റെ ഒരു ഇതിൽ ഞാൻ ആയി വന്നത്. ഇവൾ ഇതായി കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൾ എന്തിനാണ് ഈ പൈസ മുഴുവൻ നാട്ടുകാരോട് മുഴുവൻ ചോദിക്കുന്നത്? എന്തിനാണ് ചോദിക്കുന്നത്? പിന്നെ ഇവള് ICU കയറ്റി കിടത്തി. അതായത് എനിക്ക് കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് കീമോ ഉണ്ടായിരുന്ന അന്നാണ് ഇവളെ ICU കൊണ്ടുവന്നത്. ഇവള് സീമാജി നായരുമായിട്ട് ICUവിൻ്റെ അകത്ത് എങ്ങനെ കയറി? ഫോട്ടോ എടുത്ത്. കാരണം അവിടെ മൊബൈൽ യൂസ് ചെയ്യാനേ പാടില്ല. ഞാൻ കീമോ എടുത്തോണ്ടിരുന്നപ്പം ഒരു ഫോട്ടോ എടുത്തപ്പോഴേ സിസ്റ്റർമാർ വന്നിച്ചും പറഞ്ഞു എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ, മൊബൈൽ വെച്ച് ഫോട്ടോ എടുക്കാനും പാടില്ല ഇവിടെ, അത് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു കീമോ എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് ഒരു വാർഡിൻ്റെ അകത്ത് നമ്മളെ കിടത്തി കീമോ തരുന്നത്. അപ്പൊ ഈ ICUവിൻ്റെ അകത്ത് കയറി ഇങ്ങനെ ഇവള് ഫോട്ടോ എടുത്ത് ഇവളെ ആരെ സഹായിച്ചതിന്? ആരാ സഹായിച്ചത്? ഒന്നുകിൽ അവിടുത്തെ സ്റ്റാഫുകൾ ആരെങ്കിലും ഇവളെ സഹായിച്ചു കാണും. അത് ഇവള് പറയുന്നത് ഇവള് കൈക്കൂലി ഡോക്ടർമാർക്ക്. അവിടെ ഡോക്ടർമാർ ആരും കൈക്കൂലി മേടിക്കുന്നവരല്ല. ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാരെല്ലാം എക്സ്ട്രാ ഡീസന്റുമാണ്, വളരെ നല്ല ആൾക്കാരുമാണ്. ഞങ്ങളെയൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് എന്തോ നല്ല ഡോക്ടറാണെന്നറിയാമോ? അത് എത്ര നേരം നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇവള് നേരെ വ്യാജമായി ഈ കീമോയെ കുറിച്ചും ക്യാൻസറിനെ കുറിച്ചും വ്യാജ വാർത്തയാണ് പരത്തുന്നത്. ഇവൾക്കെതിരെ നടപടി എടുക്കണം. അതുപോലെ ഇവളിങ്ങനെ കാശ് ചോദിക്കുന്നത് എന്തിനാന്നുള്ളത്, ഈ നാട്ടുകാരോട് മുഴുവൻ എന്ത് കാര്യത്തിന് അവൾ കാശ് ചോദിക്കുന്നത്? ഇവൾക്ക് എവിടെ എന്തിനാ കാശ് ചെലവാകുന്നത്? PMന്റെ ഫണ്ടിൽ നിന്നുണ്ട് 2 ലക്ഷം രൂപ. കാരുണ്യമുണ്ട്. ഇങ്ങനെ ഫണ്ടുകളുണ്ട് ക്യാൻസറിന്. അല്ലാതെ തന്നെ അവളെ വേറെ ആൾക്കാർ സഹായിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇവള് തുണി അഴിച്ചിട്ട് ആടിയ ഗൾഫിലും അവിടെ ഇവിടെ എല്ലാം പോയി കാട്ടറബികളുടെ കൂടെ എല്ലാം പോയി വടയപ്പം കൊടുത്ത കാശൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ട്രീറ്റ്മെന്റിന് ആയിരുന്നല്ലേ ഇവള് പറഞ്ഞു. ആ കാശൊക്കെ എന്ത്? ഇവള് പിന്നെ എന്നും ഓരോ കണ്ടന്റുമായിട്ട് രോഗത്തിനെ ഒരു കണ്ടന്റ് ആക്കിയിരിക്കുക. ഇതെന്താ ഇതെന്നെ വെള്ളരിക്കാൻ പറ്റണം? ഇവിടെ തന്തേനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളുടെ മകളെ ഇങ്ങനെ നിങ്ങൾ അഴിച്ചുവിടാനായിട്ട്? അവർക്കൊരു ക്യാൻസർ പേഷ്യന്റ് അല്ലേ? എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് എവിടെയെങ്കിലും ദൈവത്തെ വിളിച്ച് എവിടെയെങ്കിലും കിടന്ന് മര്യാദയ്ക്ക് അടങ്ങി കിടന്നുകൂടെ? അയ്യോ, ഇയാൾ എന്റെ നേരെ പറയണം, തെറിയാക്കണം. 10 മിനിറ്റ് കഴിഞ്ഞില്ല തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിച്ചിരിക്കുന്നു. നിങ്ങൾക്കെതിരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ? രേഷ്മ പി തങ്കച്ചന്റെ ഫാദർ ഒരു കംപ്ലൈന്റ്. ഞാൻ ചോദിച്ചു എന്തോ പരാതിയാന്ന് ഞാൻ ചോദിച്ചു. ഞാൻ അപ്പോഴേ DYSP ഓഫീസിൽ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറയാം, ഒരു വണ്ടി പോലീസ് ഞങ്ങളുടെ വീട്ടിലോട്ട് വരും. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എൻ്റെ വീട്ടിലോട്ട് വന്ന വിവരം അറിഞ്ഞുകൊണ്ട് പോകും, പോലീസാണേലും പട്ടാളമാണേലും. അത്രേ ഉള്ളൂ.
എന്താ കാര്യത്തിനാ? അവൻ അവന്റെ മകളെ മര്യാദയ്ക്ക് നിർത്താതെ അവൻ പണിക്ക് പോകുന്നുണ്ടോ? അവന്റെ ഭാര്യ പണിക്ക് പോകുന്നുണ്ടോ? അവന്റെ മൂത്ത മകള് പണിക്ക് പോകുന്നുണ്ടോ? മൂത്ത മകളുടെ ഭർത്താവ് പണിക്ക് പോകുന്നുണ്ടോ? എല്ലാം ഇവളെ നാട്ടുകാരെ മൂഞ്ചിച്ചും പറ്റിച്ചും ഉണ്ടാക്കി ഇതുപോലെ പറ്റിച്ച് ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് മൂഞ്ചി തിന്ന് എല്ലാവരും കൂടി ജീവിക്കുമല്ലേ? അതിനിപ്പോ സപ്പോർട്ട് ഒരു 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 വൈദികനും കൂടി, വൈദികനാന്ന് പറയുന്നത്. അവന്റെ ഇത് മുലക്കച്ചയും കെട്ടി അവന്റെ ഒരു കുരിശും പിടിച്ച് അവന്റെ സംസാരം കേട്ടാണ്ട് അടിച്ച് അവന്റെ കാരണം ചെവിയുടെ വണ്ട് കുളിക്കാൻ തോന്നും. എനിക്ക് വയ്യാതെ ഇരുന്നിട്ടല്ല ഞാൻ അവന്റെ വീടിന്റെ അവിടെ ഞാൻ ചെന്നേനായിരുന്നു. നായിന്റെ മോൻ അവൻ നാണോ മാന അവൻ എന്തെല്ലാം രേണുവിനെ കുറിച്ച് പറഞ്ഞതാ, എന്തെല്ലാം പറഞ്ഞതാ. ധൈര്യമായിട്ട് ഉപയോഗിച്ചു. ഇനി വോയിസ് വേണോ? ഞാൻ ഈ വോയിസ് ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ്. ഇനി അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞാലോ എല്ലാം ഞാൻ തരാം. എന്റെ ഫുൾ സപ്പോർട്ട് ഞാൻ തരും. എന്ത് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളോ എന്തെങ്കിലും പേര് കാണിക്കുമ്പോൾ മാത്രം പേരും കാര്യങ്ങളും കാണിക്കുക, അഡ്രസ്സും കാണിക്കേണ്ടതേ ഉള്ളൂ. ഡീറ്റെയിൽ കംപ്ലീറ്റ് ഞാൻ തരാം. കാരണം നമുക്ക് ഇതിനകത്ത് കള്ളത്തരമില്ലല്ലോ. ഞാൻ അവിടെ ഓൾറെഡി ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും കള്ളത്തരം പറയണം? എനിക്ക് അനുഭവമാണ് അത് പറയുന്നത്. ഇവൾക്കൊരു നിയമം അല്ലെ വേറൊരാൾക്കൊരു നിയമം, 5 പേർക്കുണ്ട് 5 പേർക്കും 5 നിയമം അല്ലല്ലോ. അവിടെ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരേ നിയമമാണ്. അതിനകത്ത് രോഗത്തിന്റെ കാഠിന്യം ഏറ്റവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞു ഇരിക്കുന്നതാണ്. ഇന്ന് അവളെ പിറ്റ്ലൈൻ ഇട്ടിരിക്കുന്ന അതേ കിടന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് ആട്ടുന്ന കണ്ടില്ലേ? ഇതിൽ അവള് കാട്ടർബികളുടെ പോയി ഉണ്ടേ ആട്ടുന്ന പോലെ അതിനിട്ട് ആ പിറ്റ്ലൈൻ ഇട്ട് ആട്ടി അതിന് ഷെയ്ക്ക് ആയി കഴിഞ്ഞാലോ അത് വെയിനേൽ കൂടി ഇടുന്നതല്ലേ. ഇവർക്ക് ഈ കാട്ടർബികളുടെ ഉണ്ടക്കിട്ടിട്ട് ആട്ടിയൊക്കെ ഉള്ള പരിപാടി അറിയുള്ളൂ. ഈ സീമാജി നായർ എങ്ങനെ അയച്ചു? നായിന്റെ മോള് ചുവിൻ്റെ അകത്ത് വന്ന ഈ ഫോട്ടോ കണ്ടോ? ഈ സീമാജി നായർ എങ്ങനെ അയച്ചുവിൻ്റെ അകത്ത് വന്ന ഈ ഫോട്ടോ കണ്ടോ? അപ്പൊ ഇവൾക്ക് വേണ്ടിയിട്ട് ആരാ ഈ നിയമം മാറ്റിയത്? അതൊക്കെ നമുക്ക് അറിയണ്ടേ? പബ്ലിക്കിന് അറിയണമല്ലോ. അതിനെ ചോദ്യം ചെയ്യണമല്ലോ. ഇത് ഷെഫീന ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ വെച്ചിട്ട് മെഡിക്കൽ സൂപ്രണ്ടിന് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണം. അതിന്റെ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഇമെയിൽ ID ഞാൻ തരാം. എന്തായാലും നിങ്ങൾ ഈ മെയിൽ അയക്കാനും എടുക്കാനും എനിക്ക് മെയിൽ അയക്കാനും എന്റെ ഫോണിൽ കൂടി ചെയ്യാനൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ എനിക്ക് പുറത്ത് പോയി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ കീമോ എടുത്തിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകും. നമ്മൾ കറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മൾ വീടിന്റെ അകത്ത് തന്നെ ഇരിക്കുക. അപ്പൊ മെയിൽ ID ഞാൻ ഇട്ട് തരാം. അപ്പൊ ആ മെയിൽ ID ഞാൻ ഇവിടെ വെക്കാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഫോട്ടോ ഉൾപ്പെടെ അയച്ചു കൊടുക്കാം. അയച്ചു കൊടുത്തിട്ട് കംപ്ലൈന്റ് അവിടെ രജിസ്റ്റർ ചെയ്യാം. ബിക്കോസ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. അല്ലാതെ ഇങ്ങനെയുള്ള പേഷ്യൻസിന് സ്പെഷ്യൽ കാറ്റഗറൈസ് ചെയ്യാൻ ഒക്കത്തില്ല. ഗവൺമെന്റിൻ്റെതാണ്. അവിടെ ഒരാൾക്ക് സ്പെഷ്യാലിറ്റി ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ കംപ്ലൈന്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് രജിസ്റ്റർ ചെയ്യാം കേട്ടോ. എൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഞാൻ ഇവരുടെ ചാർട്ടെല്ലാം ഞാൻ പരിശോധിച്ചതാണ്. അവരവിടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവരത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ബിഷപ്പ് തന്നെ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്കു പലിശയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട്. പലിശയ്ക്ക് പൈസ കൊടുത്ത് ആ വരുമാനം അയാൾക്കുണ്ട്. ആ കൊടുക്കാൻ ഉപയോഗിക്കുന്ന പണം എന്ന് പറയുന്നത് മോൾ കൊണ്ട് കൊടുക്കുന്ന പണമാണ്. നാട്ടുകാരോട് മേടിച്ച പൈസയുടെ കണക്ക് കാണിക്കട്ടെ. ഇവള് നാട്ടുകാരോട് ചോദിച്ച് പൈസകൾ മേടിക്കുന്നുണ്ട്. അവൾക്ക് മെഡിക്കൽ സർക്കാരിന്റെ ചെലവിലാണ് അവള് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പൊ അവൾക്ക് മെഡിക്കൽ കോളേജിൽ ലക്ഷങ്ങൾ ചെലവായെങ്കിൽ അവളത് പറയട്ടെ. അപ്പൊ നമ്മൾക്കത് സർക്കാരിനോട് ചോദിക്കാമല്ലോ. അതെന്തുകൊണ്ടാണ് സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പൈസ പൊതുജനങ്ങളോട് വല്ല പബ്ലിക്കിനോട് പൈസ മേടിക്കുന്നത് എന്താണെന്ന് നമുക്ക് സർക്കാരിനോട് ചോദിക്കാമല്ലോ. ചോദിക്കത്തില്ലേ? ഇവള് ചോദിക്കട്ടെ. ഇവള് കണക്ക് കാണിക്കട്ടെ. മെഡിക്കൽ കോളേജിൽ ചെലവായ ഇവിടെ കള്ളം എങ്ങോട്ടല്ലേ പൊളിക്കണം. കഴിഞ്ഞ 30-ാം തീയതി എനിക്ക് കീമായിരുന്നു. അപ്പോൾ അന്ന് ഇവളവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവൾ അഡ്മിറ്റ് ആക്കിയിട്ട് ഈ കൊച്ചു പിള്ളേരുണ്ട്, ഈ 16, 15, 18 അങ്ങനത്തെ കുറച്ച് കൊച്ചു പിള്ളേരുണ്ട്. അപ്പോൾ അവരൊക്കെ യങ്സ്റ്റേഴ്സ്, ഈ ക്യാൻസർ വന്നവരൊക്കെ, അപ്പോൾ അവരെയൊക്കെ അതിൻ്റെ അകത്ത് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളുടെ ഈ പേക്കൂത്ത് കണ്ടിട്ട് ആ പിള്ളേർക്കെല്ലാം ഭയങ്കര പേടിയും ഭയവും. കാരണം അവർക്ക് മുന്നോട്ട് അല്ല ട്രീറ്റ്മെൻറ്റിന് വില്ലിങ് ആവുന്നില്ല. അപ്പോൾ ഡോക്ടർ, അതേത് ഡോക്ടറാണെന്ന് ഞാൻ പറയുന്നില്ല, ഡോക്ടർ പറഞ്ഞു ഈ രേണുസുതിയുടെ ഈമാതിരി പേക്കൂത്ത് കൊണ്ടായിരിക്കും ഈ പിള്ളേരിങ്ങനെ ഈ പേടിച്ച് വില്ലിങ് ആകാത്ത എന്ന് പറഞ്ഞു. അവർക്ക് രോഗമുണ്ട്, പക്ഷെ അത് ഏത് സ്റ്റേജാണെന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം 4th സ്റ്റേജ് ആണെങ്കിൽ ഇങ്ങനെ, കാരണം ഇത് പിന്നെ പിക്ലൈൻ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൾക്ക് ഞങ്ങളെയൊക്കെ പോലെ എപ്പോഴും ടെമ്പററി ആയിട്ട് നമുക്ക് ഈ ആനുല ഇടാൻ പറ്റത്തില്ലല്ലോ. അവൾക്ക് ആരോഗ്യമില്ല, വെയിൻ കിട്ടത്തില്ല. അതിനാണ് ഈ പിക്ലൈൻ ഇട്ടിരിക്കുന്നത്. അല്ലാണ്ട് ഈ പിക്ലൈൻ വലിയ സംഭവം കാര്യങ്ങളോ ഒന്നും അല്ല. അവളതിൻ്റെ അകത്ത് മണിയാട്ടി കളിക്കുന്നത് കണ്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് പിക്ലൈൻ ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഏത് സമയം അവൾക്ക് വെയിൻ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഒന്നാമത് നേരത്തെ 40 കിലോ ഉണ്ടായിരുന്നു, ഇപ്പം 35 കിലോ ഉള്ളെന്ന് പറയുന്നത് കേട്ടു. അസുഖമുണ്ട്. പക്ഷെ അത് ഏത് സ്റ്റേജാണ് എന്തിനാണ് ഇവള് ഇങ്ങനെ
ആ, ഈ ഈ ഈ ഈ ഈ പൈസയുടെ കാര്യമാണ്. ഇവള് പൈസ എന്തിനാണ് നാട്ടുകാരോട് ചോദിക്കുന്നതെന്നാണ് എല്ലാവരും വിളിച്ചിട്ട് പൈസ ചോദിക്കുന്നതിന്റെ കാര്യം അതാണ്. അതിന്റെ ആവശ്യമില്ല. മെഡിക്കൽ കോളേജിൽ പൈസ അത്ര വലിയ പൈസയുടെ ഒന്നും ഈ ട്രീറ്റ്മെന്റിന്, പിന്നെ അവരുടെ എക്സസ് ചെലവുകൾക്കൊക്കെ അവർക്ക് പൈസ വേണമായിരിക്കും. അല്ലാതെ ആ വീട്ടിൽ ആരെങ്കിലും പണിക്ക് പോകുന്നുണ്ടോ? തങ്കു പണിക്ക് പോകുന്നോ? തങ്കുവിന്റെ ഭാര്യ പണിക്ക് പോകുന്നോ? മൂത്തവള് പണിക്ക് പോകുന്നു. അവിടെ കെട്ടിയവന് 2 പിള്ളേര്, ഇവിടെ ഒരു കൊച്ച്. ഇവരുടെ എല്ലാം ചെലവുകൾ നടക്കണം, അവരുടെ ആർഭാടങ്ങൾ നടക്കണം, വണ്ടിക്ക് പെട്രോൾ അടിക്കണം, എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ? AC. അപ്പൊ ഇതുപോലെ നാട്ടുകാരെ മൂഞ്ചിച്ചല്ലേ പറ്റുള്ളൂ. അവർക്ക് ഉള്ള മനപ്രയാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെയിം ഇവൾ പറഞ്ഞതുപോലെ 3rd സ്റ്റേജിലാണ് അവരുള്ളത്. ഈ രേഷ്മയുടെ സ്റ്റേജ് 3rd ഒന്നുമല്ല. അപ്പോൾ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് ശരിക്കും ഞാൻ അന്വേഷിക്കുന്നതിൻ്റെ ബിഹൈൻഡ് ഞാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം ഏകദേശം പിടികിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ തന്നെ ഇവർ പോകുന്ന അതേ ഹോസ്പിറ്റൽ അതേ ഡോക്ടറെ കാണിക്കുന്ന മറ്റൊരു പേഷ്യൻറ്റും വന്നിട്ടുണ്ട്. സോ ഓൾ ഓഫ് ദം എല്ലാവർക്കും കംപ്ലൈൻ്റ് ഉണ്ട്. അതിൻ്റെ കാരണം ഇത് അത്രയും സിവിയറായ ഒരു അസുഖമാണ്. ഇതിനെ ഇങ്ങനെ ലൈറ്റായിട്ട് കാണിക്കുക, ആ പിക്ക് ലൈൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നതിനകത്തിട്ട് തട്ടിക്കളിക്കുക, ഇതൊക്കെ വെയിനിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള കുരുത്തക്കേടുകളൊക്കെ കാണിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് കുഴപ്പമില്ലായിരിക്കാം. ഇവളാ കണ്ടിട്ട് ആരെങ്കിലും അനുകരിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അപ്പം നമുക്ക് കുതന്ത്രം അറിയത്തില്ല, ഡയറക്റ്റേ അറിയുള്ളൂ. തൃക്കൊടിത്താനം പോലീസുകാർ, നിങ്ങൾക്കിത് സ്ഥിര പരിപാടിയാണ്. ആളുകളെ വിളിച്ചിട്ട് ഒരു വണ്ടി പോലീസ് അയക്കുമെന്ന്. നിങ്ങൾ ഒരു വണ്ടി പോലീസായിട്ടിങ്ങ് വാ, ബാക്കി അപ്പോഴും നോക്കാം. പേഷ്യൻസ് പ്രത്യേകിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സ്റ്റേജിലിരിക്കുന്ന ഒരു പേഷ്യൻറ്റിനെ വിലക്കിയാൽ അല്ലെങ്കിൽ അവരെ വിരട്ടിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാതെയാണോ ഈ കളിക്കണേന്ന് അറിയാൻ വയ്യ. രേഷ്മ പറയണതും കേട്ടുകൊണ്ട് നിങ്ങൾ സാധാരണ മനുഷ്യരുടെ തലയിൽ കയറിയാൽ രേഷ്മ അവിടെ മുഴുക്ക കടമെടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇത്തരത്തിൽ പോകുന്ന പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് സാധാരണ ജനങ്ങൾക്ക് ഇല്ല എന്ന ധാരണയാണെങ്കിൽ അവരെക്കാൾ പവർഫുള്ളാണ് ഞങ്ങളെന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. അതേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഇത് അവരുടെ റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ് ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, നാട്ടുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അവൾക്ക് ചിലവിന് വേണമെന്നുള്ള രീതിയിൽ പറഞ്ഞു വാങ്ങി അത് വെച്ച് പലിശയ്ക്ക് കൊടുത്ത് അത് വെച്ച് അങ്ങനെ സൂചിച്ച് അർപ്പണം കൂടി അർമാദിച്ച് ജീവിക്കുന്നു. നിങ്ങൾ ഇനിയും കൊണ്ട് കൊടുക്കുക, നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കത്തില്ല. പക്ഷേ കംപ്ലൈൻ്റ് ഉള്ളവർക്ക് ഇനിഷ്യേറ്റീവ് എടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 3 പേര് എൻ്റെ അടുത്ത് വന്ന് അവരുടെ ഇത് തന്നിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ വരികയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് കംപ്ലൈൻറ്റ് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാണിക്കുന്ന പോക്കൃത്തരം ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്ന ഇമെയിൽ ID ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ അവൾ കാണിക്കണമെന്നുള്ള ആ വീഡിയോയുടെ ലിങ്ക് ഉൾപ്പെടെ എടുത്തു വെച്ച് പരാതി അയക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അവിടുന്ന് ആക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഗവൺമെൻറ്റിൽ കാണിക്കുന്ന ഇങ്ങനെ ഒരു നരേഷൻ, ഇത് വളരെ ഈസിയാക്കി കാണിക്കുന്ന ഒരു നരേഷൻ ഉണ്ടല്ലോ, അത് മോട്ടിവേഷൻ അല്ല, അത് ഡേഞ്ചറാണ്. അറിവില്ലാത്തത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു എന്നതിനപ്പുറം പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നന്ദി.